നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഡേഞ്ചറസ് ഓർ ഹസാഡസ് നേച്ചർ ടു ഹ്യൂമൻ ലൈഫ്, സ്പാർക്ക് അറസ്റ്റ്, മാനർ ഓഫ് ഡിസ്പ്ലേ ഓഫ് ക്ലാസ് ലേബൽസ്, എമർജൻസി ഇൻഫർമേഷൻ പാനൽ, ഇൻസ്ട്രക്ഷൻ ടു ദ ഡ്രൈവർ റിപ്പോർട്ട് ടു ദ പോലീസ് സ്റ്റേഷൻ എന്ന ഭാഗമാണ്. റൂൾ 129 to 136 വരെ. അപ്പോൾ എന്താണ് റൂൾ 129 പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓഫ് ഡേഞ്ചറസ് ഓർ ഹസാഡസ് നേച്ചർ ടു ഹ്യൂമൻ ലൈഫ്, അതായത് മനുഷ്യജീവന് ഹാനികരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹസാഡ് ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഉടമ കുറച്ച് നിബന്ധനകൾ പാലിച്ചിരിക്കണം. എന്തൊക്കെയാണ്? അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ചരക്കിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ക്ലാസ് ലേബൽ പ്രദർശിപ്പിച്ചിരിക്കണം. അപകടകരമായ ചരക്കടങ്ങിയ ഓരോ പാക്കറ്റിലും ചരക്കിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ലേബൽ പ്രദർശിപ്പിച്ചിരിക്കണം. വാഹനത്തിൽ തീപിടുത്തം, സ്ഫോടനം, ചോർച്ച എന്നിവ തടയുന്നതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. വാഹനത്തിൽ വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കണം. എന്നിവയൊക്കെയാണ് 129 പറഞ്ഞിരിക്കുന്നത്. ഈ റൂൾ 129A ആണ് നമുക്ക് നോക്കാനുള്ളത്. റൂൾ 129A, സ്പാർക്ക് അറസ്റ്റർ. മനുഷ്യൻ്റെ ജീവന് അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റൂൾ 130 ആണ്. റൂൾ 130, അതായത് മാനർ ഓഫ് ഡിസ്പ്ലേ ഓഫ് ക്ലാസ് ലേബൽസ്. ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെച്ചിരിക്കണം എന്താണ് ഈ ഹസാഡസ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ള വിവരങ്ങൾ. അപ്പോൾ അത് കുത്തനെ നിന്ന് 45 ഡിഗ്രി ചരിഞ്ഞായിരിക്കണം ക്ലാസ് ലേബൽ സ്ഥാപിച്ചിരിക്കേണ്ടത്. പിന്നീട് എന്താണ്, ലേബലിൻ്റെ വലിപ്പം 25 മില്ലിമീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. ക്ലാസ് ലേബൽ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. മുകളിലത്തെ ഭാഗത്തൊരു ചിത്രവും താഴത്തെ ഭാഗത്ത് എന്താണ്, അതിൽ ടെക്സ്റ്റുമായിരിക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള ക്ലാസ് ലേബൽസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലേബൽ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ലേബൽ എക്സ്പ്ലോസീവ്, അതായത് സ്ഫോടക വസ്തുക്കൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഗ്യാസ്, കംപ്രസ്ഡ്, ലിക്വിഫൈഡ്, ഡിസോൾവ്ഡ് അണ്ടർ പ്രഷർ ഓർ ഡീപ്ലി റെഫ്രിജറേറ്റഡ് എന്ന കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ സബ്സെഷൻസ് ഉണ്ട്. അതിലെന്തൊക്കെയാണ് വരുന്നത്? നോൺ ഫ്ലെയിമബിൾ ഗ്യാസുകൾ വരും. പിന്നെന്താണ്, ഇൻഫ്ലെയിമബിൾ ഗ്യാസുകൾ, പെട്ടെന്ന് തീ പിടിക്കുന്ന ഗ്യാസുകൾ വരും. പിന്നെന്താണ്, പോയിസൺ ഗ്യാസ്, അതായത് ടോക്സിക് ആയിട്ടുള്ള വിഷകരമായ ഗ്യാസുകളും അതിനകത്ത് വരും. ഇനി മൂന്നാമത്തെ ലേബൽ എന്ന് പറയുന്നത് ഇൻഫ്ലെയിമബിൾ ലിക്വിഡാണ്. ഇൻഫ്ലെയിമബിൾ ലിക്വിഡ്, അതായത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെയിമബിൾ സോളിഡ്, സബ്സ്റ്റൻസ് ലയബിൾ ടു സ്പോണ്ടേനിയസ് കമ്പഷൻ, സബ്സ്റ്റൻസ് വിച്ച് ഓൺ കോൺട്രാക്ട് വിത്ത് വാട്ടർ എമിറ്റ് ഇൻഫ്ലെയിമബിൾ ഗ്യാസസ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ, പെട്ടെന്ന് വെള്ളവുമായിട്ടുള്ള കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ഗ്യാസുകൾ എമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള വസ്തുക്കൾ, അവയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 4.1 ഇതിൻ്റെ സബ് ക്ലോസ് ആണ്. 4.1 വരുന്നത് ഇൻഫ്ലെയിമബിൾ സോളിഡ്, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ. 4.2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സബ്സ്റ്റൻസ് ലയബിൾ ടു സ്പോണ്ടേനിയസ് കമ്പഷൻ, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ. ഇനി 4.3 സബ്സ്റ്റൻസ് വിച്ച് ഓൺ കോണ്ടാക്ട് വിത്ത് വാട്ടർ, അതായത് ജലവുമായി സമ്പർക്കം വരുമ്പോൾ ഇൻഫ്ലമബിൾ ഗ്യാസസ് ഇത് ഉണ്ടാക്കും. ഇനി അഞ്ചാമത്തെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ കാറ്റഗറി ഓക്സിഡൈസിങ് സബ്സ്റ്റൻസ് ആൻഡ് ഓർഗാനിക് പെറോക്സൈഡ്. അപ്പോൾ 5.1 വരുന്നത് എന്താണ്? ഓക്സിഡൈസിങ് സബ്സ്റ്റൻസുകളാണ്. 5.2 ഓർഗാനിക് പെറോക്സൈഡ്. ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പോയിസണസ്, അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. 6.1 പോയിസണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6.2 ഹാർംഫുൾ സബ്സ്റ്റൻസ്. 6.3 ഇൻഫെക്റ്റിയസ് സബ്സ്റ്റൻസുകൾ. ഏഴാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്
റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് സൂചന അറിയുന്ന ലേബലാണ് 7ാമത്തേത്. 8ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൊറോസീവുകളാണ്. കൊറോസീവ് അതായത് ആസിഡുകളൊക്കെയാണ് കേട്ടോ. ഈ ദഹിപ്പിച്ച് കളയുന്ന സാധനങ്ങളാണ് കൊറോസീവില്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് ലേബൽസിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂൾ 139 ആണ്. റൂൾ 131. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി ഓഫ് കൺസൈനർ ഫോർ സേഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഡേഞ്ചറസ് ഓർ ഹസാർഡസ് ഗുഡ്സ്. അപകടകരമായ അല്ലെങ്കിൽ ആപത്കരമായ ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ വിതരണക്കാരൻ താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. എന്തൊക്കെയാണ്? പ്രസ്തുത ചരക്ക് കൊണ്ടുപോകുന്നതിന് ചരക്ക് വണ്ടിക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അപകടത്തെ തടയുന്നതിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ, ഫസ്റ്റ് എയ്ഡ്, ആൻറ്റിഡോട്ട് എന്നിവ ആ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ചരക്ക് വണ്ടിയുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന അപകടകരമായ ചരക്കുകളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്തരം വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇത്തരം ചരക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ട്രെയിനിങ് ലഭിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി റൂൾ 132 നോക്കാം. 132. റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടർ ഓർ ഓണർ ഓഫ് ഗുഡ്സ് ക്യാരേജ്. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അപകടകരമോ ആപത്കരമോ ആയ ചരക്ക് കൊണ്ടുപോകുന്ന ഗുഡ്സ് ക്യാരേജിൻ്റെ ഡ്രൈവർ ചരക്ക് കൊണ്ടുപോകുന്നതിന് മതിയായ രജിസ്ട്രേഷൻ ഉണ്ടെന്നും ഈ വാഹനം സുരക്ഷിതമാണെന്നും ഉറപ്പ് വരുത്തണം. വാഹനത്തിൽ അത്യാവശ്യമായ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സുരക്ഷാ ഉപകരണങ്ങൾ, ടൂൾ ബോക്സ് എന്നിവ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുക. ചരക്ക് വണ്ടിയുടെ ഉടമ അപകടകരമായ ചരക്കിൻ്റെ ഗതാഗതം ഏറ്റെടുക്കുന്നതിന് മുന്നേ വിതരണക്കാരൻ നൽകുന്ന എല്ലാ വിവരവും പൂർണ്ണവും കൃത്യവുമാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു ചരക്ക് വണ്ടിയുടെ ഉടമ അത്തരം വണ്ടിയുടെ ഡ്രൈവർക്ക് ആ ചരക്കിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും രേഖാമൂലം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഇനി റൂൾ 133 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡ്രൈവർ, അതായത് ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്തം. എന്താണ് അവിടെ വരുന്നത്? അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുടെ ഡ്രൈവർ തനിക്ക് രേഖാമൂലം നൽകിയ വിവരം തൻ്റെ ക്യാബിനിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചരക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ തീപിടുത്തം, സ്ഫോടനം എന്നിവ തടയുന്നതിന് എപ്പോഴും നിരീക്ഷണം വേണം. വാഹനം ഓടിക്കാത്ത സമയത്ത് വാഹനം സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും 18 വയസ്സായ ഒരു വ്യക്തിയുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് റൂൾ 134 ആണ്. 134. അതായത് എമർജൻസി ഇൻഫർമേഷൻ പാനൽ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപകടകരമായ ചരക്ക് കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും 3 സ്ഥലങ്ങളിൽ ഓരോന്നിലും അടിയന്തര വിവര പാനൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 എന്തൊക്കെയാണ് 3 അടയാളപ്പെടുത്തിയിരിക്കേണ്ട കാര്യങ്ങൾ? 50 മില്ലിമീറ്ററിൽ കുറയാത്ത ഉയരമുള്ള അക്ഷരങ്ങളിൽ അപകടകരമായ വസ്തുവിൻ്റെ ശരിയായ നാമം. പിന്നെന്താണ്? 100 മില്ലിമീറ്ററിൽ കുറയാത്ത അക്കത്തിൽ അപകടകരമായ സാധനത്തിൻ്റെ യുണൈറ്റഡ് നേഷൻസ് നമ്പർ കാണിക്കണം. പിന്നെന്താണ്? 250 മില്ലിമീറ്റർ കുറയാത്ത ചതുരശ്ര വലിപ്പമുള്ള സാധനങ്ങളുടെ ക്ലാസ് ലേബൽ. ഇത്രയും സാധനങ്ങൾ വണ്ടിയുടെ പല ഭാഗത്തായിട്ട് കൊടുത്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൈഡിലോ പുറകിലോ അല്ലെങ്കിൽ ടാങ്കറിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ ആയിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ തീപിടുത്തമോ അപകടമോ ഉണ്ടാകുന്ന സമയത്ത് വിളിക്കേണ്ട എമർജൻസി നമ്പർ 50 മില്ലിമീറ്റർ കുറയാത്ത വലിപ്പത്തിൽ രേഖപ്പെടുത്തണം. എല്ലാ ക്ലാസ് ലേബലും എമർജൻസി ഇൻഫർമേഷൻ പാനലുകളും എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കേണ്ടിയും വരും. അതാണ് റൂൾ 134 പറഞ്ഞിരിക്കുന്നത്. ഇനി റൂൾ 135 നമുക്ക് നോക്കാനുള്ളത്. അതായത് ഡ്രൈവർ ടു ബി ഇൻസ്ട്രക്റ്റഡ്. അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്ന ഓരോ ചരക്ക് വണ്ടിയുടെ ഉടമ ചരക്ക് വണ്ടിയുടെ ഡ്രൈവർ അയാൾ കൊണ്ടുപോകുന്ന ചരക്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള നിർദ്ദേശങ്ങളും പരിശീലനവും ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത്തരം ചരക്കുകളിൽ നിന്നുണ്ടാകുന്ന അപകട സാധ്യതയെക്കുറിച്ചും ചരക്ക് വണ്ടി ചലിക്കുമ്പോഴോ നിശ്ചലമാകുമ്പോഴോ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട നടപടികൾ എല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അടുത്തതായി റൂൾ 136 ആണ്. അതായത് റൂൾ 136. ഡ്രൈവർ ടു റിപ്പോർട്ട് ടു പോലീസ് സ്റ്റേഷൻ അബൌട്ട് ആക്സിഡൻറ്റ്. അപ്പോൾ അപകടകരമായ എന്തെങ്കിലും ചരക്ക് കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ആ വണ്ടിയിൽ കടത്തുന്ന എന്തെങ്കിലും ചരക്ക് കാരണം അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചരക്ക് വണ്ടിയുടെ ഉടമയെ അറിയിക്കുകയും ചെയ്യുക എന്നാണ് 136
പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.